സിനിമാ നയ രൂപീകരണത്തിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ 2 ദിവസത്തെ സിനിമാ കോൺക്ലേവിന് തുടക്കം. നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റോറിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. ചിത്രം പരസ്പരം സ്പർദ്ധ വളർത്തുന്നതിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാസലഹരിയും വയലൻസും കുത്തിനിറയ്ക്കുന്ന സിനിമകൾ വർദ്ധിക്കുന്നുവെന്ന വിമർശനം സിനിമാ പ്രവർത്തകർ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സിനിമാ നയം രൂപീകരിക്കുന്നതിന് 2 ദിവസത്തെ കോൺക്ലേവിനാണ് തിരുവനന്തപുരത്ത് തുടക്കമായത്. 10 സെക്ഷനുകളിലായി സിനിമാ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. നടി നവ്യ നായർ നൽകിയ ക്ലാപ്പ് ബോർഡ് അടിച്ചാണ് മുഖ്യമന്ത്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. ഈഗോ മാറ്റിവെച്ച് പ്രശ്നപരിഹാരത്തിനായി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചതിലും മുഖ്യമന്ത്രി രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. ദേശീയ അവാർഡിന് അർഹമായ ഈ ചിത്രം വ്യാജ നിർമ്മിതികൾ കൊണ്ട് കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ലോകമാകെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഓരോ ഘട്ടത്തിലും കൂടുതൽ തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. നടൻ മോഹൻലാൽ കോൺക്ലേവിൽ മുഖ്യാതിഥിയായി. സിനിമാ നയം ചലച്ചിത്ര മേഖലയിലെ തൊഴിലാളികൾക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മോഹൻലാൽ. മലയാള ചലച്ചിത്ര മേഖലയുടെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ അപഗ്രഥിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചലച്ചിത്ര നയത്തിന് ഈ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ചലച്ചിത്ര മേഖലയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയും. ചലച്ചിത്ര മേഖല ഒട്ടനവധി അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ്. അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാകും കേരളത്തിൻ്റെ സിനിമാ നയം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടക്കുന്ന കോൺക്ലേവിലെ സെഷനുകളിൽ അതും ചർച്ചയായേക്കും. ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ സിനിമാ നയത്തിന്റെ കരട് റിപ്പോർട്ടിൽ ഇല്ലെന്ന് നടി പത്മപ്രിയ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിഷയം വീണ്ടും കോൺക്ലേവിൽ ഉയരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.